ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ശിശുദിനം സ്പെഷ്യലായിട്ട് നമുക്ക് ചാച്ചാജിയുടെ ക്യാപ്പ് വീട്ടിലെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന രീതിയാണ്. അപ്പോൾ ഇത് ഓരോ മക്കൾക്കും ഓരോ സൈസായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിത് അത്യാവശ്യം വലിയൊരു കുട്ടിക്കുള്ള ക്യാപ്പാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മെഷർമെൻറ്റ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ ഞാനിത് എൻ്റെ കയ്യിലുള്ളൊരു വേസ്റ്റ് ഷീറ്റ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വീതി 10 ഇഞ്ചും ആ ഒരു രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് നേരെ രണ്ടായിട്ട് മടക്കണം. ഇതുപോലെ നടുക്കുന്ന് കറക്റ്റ് ഇതായിട്ടൊന്ന് മടക്കിയെടുക്കണം കേട്ടോ. രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 5 ഇഞ്ചായിട്ട് വരും. 10 ഇഞ്ചല്ലേ ഉണ്ടായിരുന്നത്. ഇനി ഇതിനെ നമ്മൾ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. മടക്കിയിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ഇഞ്ച് വീതിയിൽ ഈ അറ്റത്തും മറ്റേ അറ്റത്തും സെയിം 2 ഇഞ്ച് ആ ഒരു വീതിയിൽ മടക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്കിതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആദ്യം 13 ഇഞ്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 2 ഇഞ്ച് ഇപ്പുറവും 2 ഇഞ്ച് അപ്പുറവും കൂടെ നമ്മൾ എടുക്കുമ്പോൾ 4 ഇഞ്ച് ലെസ് ചെയ്യണം. അപ്പോൾ 9 ഇഞ്ചായിട്ട് വരും. ഇപ്പോൾ 9 ഇഞ്ച് ഇതിൻ്റെ ലെങ്ത്തും 5 ഇഞ്ച് ഇതിൻ്റെ വീതിയും ആ ഒരു രീതിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏത് കുട്ടിക്കാണോ വേണ്ടത് ആ കുട്ടിയുടെ തലയുടെ സൈസ് ഇതുപോലെ മെഷർമെൻറ്റ് ചെയ്യുക. ഇതുപോലെ റൗണ്ട് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ 18 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 18 ഇഞ്ചിൻ്റെ നേരെ പകുതി 9 ഇഞ്ച്. അപ്പോൾ ആ ഒരു 9 ഇഞ്ച് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റേ സൈഡും കൂടെ ഇതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ബാക്കിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും അതുപോലെ ബാക്കിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തും ഇത്ര ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ബാക്കിലോട്ട് ആക്കി കൊടുക്കുക. കറക്റ്റ് ആ ഒരു ഭാഗം തന്നെ ഇങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് കുറച്ചും കൂടെ ഫിനിഷിംഗ് ആയിട്ട് കാണും. ഇപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ബാക്കിലോട്ട് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ നേരെ നടുഭാഗത്തുനിന്ന് ഒന്ന് മടക്കി കൊടുക്കുക. നേരെ കറക്റ്റ് ആ ഒരു നടുഭാഗത്ത് തന്നെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം. ഇപ്പോൾ മടക്കിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കറക്റ്റ് അതിൻ്റെ ആ ഒരു നടുഭാഗം ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ഉള്ളിലോട്ട് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മടക്കി കൊടുത്തിട്ട് പിന്നെ ഉള്ളിലോട്ട് മടക്കി കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഉള്ളിലോട്ട് തന്നെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു പോക്കറ്റ് പോലെ കാണും. അപ്പോൾ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു അറ്റം തന്നെ ഇതിൻ്റെ ആ ഒരു പോക്കറ്റിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ലോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മറ്റേ സൈഡും ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക. ഇതുപോലെ അതിൻ്റെ ഒരു ഉള്ളിലോട്ട് നല്ലോണം ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റേ അറ്റത്തും കൂടെ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. മറ്റേ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 4 ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതവിടെ ലോക്കായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിനെ ഓപ്പൺ ചെയ്യാം. ഒന്ന് അകത്തോട്ട് നല്ലോണം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ മെല്ലെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കുന്ന ചാച്ചാജിയുടെ ക്യാപ്പ്. അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ശിശുദിനത്തിൻ്റെ ആ ഒരു ദിവസമൊക്കെ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്കൂളിലൊക്കെ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയ ക്യാപ്പാണ്, വലിയ കുട്ടിയുടെ. അപ്പോൾ നേരത്തെ ഞാൻ മെഷർമെൻറ്റ് ചെയ്ത ആ ഒരു മോൻ്റെ പാകത്തിനായിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ. എല്ലാ മക്കൾക്കും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.